കൂട്ടുകാരി. നാടകവും സ്ത്രീകളും ഇന്ന് കൂട്ടുകാരിയിൽ പങ്കെടുക്കുന്നത് സുധി ദേവയാനിയും രാജരാജേശ്വരിയുമാണ്. 34 വർഷങ്ങളായി നാടകരംഗത്ത് സംവിധായിക, നടി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു അഭിനയ പദ്ധതി രൂപപ്പെടുത്തി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന സുധി ദേവയാനി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച സംവിധായികയ്ക്കുള്ള അവാർഡും സുധി നേടിയിട്ടുണ്ട്. അധ്യാപികയായിരുന്ന രാജരാജേശ്വരി നാടകത്തോടുള്ള താല്പര്യം കൊണ്ട് നാടകരചനയിലേക്ക് തിരിഞ്ഞു. കുട്ടികളുടെ നാടകവേദി, സ്ത്രീകളുടെ കമ്മ്യൂണിറ്റി തിയേറ്റർ, സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തിയ നാടക ശില്പശാലകൾ എന്നിവയ്ക്കായി 50-ലധികം നാടകങ്ങൾ രചിച്ചു. സുധി ദേവയാനിയും രാജരാജേശ്വരിയുമായി സംസാരിക്കുന്നത് റൂബി ബാബു. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഈ കൂട്ടുകാരി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാടകത്തിലെ സ്ത്രീകൾ എന്ന ഉള്ളൊരു വിഷയം നമ്മൾ വളരെ അത്യാവശ്യമായി സംസാരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു മേഖലയിലേക്ക് നിങ്ങളെങ്ങനെ ആകർഷിക്കപ്പെട്ടു, എങ്ങനെ ഇതിലേക്ക് വന്നു? സുധി ദേവയാനി എന്ന സംവിധായികയും രാജരാജേശ്വരി എന്ന എഴുത്തുകാരിയും തമ്മിൽ ഉള്ള ഒരു കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞങ്ങൾ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് എൻ്റെ നാടകത്തിലുള്ള ബിരുദ പഠനവും കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തി ഒരു സ്ത്രീ നാടകവേദിയുടെ പ്രാഥമികമായ ചില കാര്യങ്ങൾ ചെയ്ത് അഭിനേത്രി എന്ന ഒരു സ്ത്രീ നാടക സംഘം രൂപീകരിക്കുകയുണ്ടായി. ഈ സമയത്ത് വളരെ സജീവമായി കേരളത്തിലെ സ്ത്രീ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നാടകം മനുഷ്യരുടെ പ്രശ്നങ്ങളും അവരുടെ സംഘടനകളും ഒക്കെ കൂടെയാണല്ലോ. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും അത്തരമുള്ള കാര്യങ്ങളിൽ എപ്പോഴും സമരമുഖത്തിലുണ്ടായിരുന്നു സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാനും രാജരാജേശ്വരിയും കണ്ടുമുട്ടുന്നത്. അതെ, ഞങ്ങൾ ശരിക്കും കണ്ടുമുട്ടുന്നത് സമരപ്പന്തലിൽ വെച്ചാണ്. അന്നത്തെ ആ സമയത്ത് ഇപ്പോൾ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഏതോ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അവകാശ സമരമായിരുന്നു അന്ന്. കുറേ അധികം സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ അധ്യാപികയായി. ആ സമയം കഴിഞ്ഞാൽ ഉടനെ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റാച്യു വഴി പോയി ഈസ്റ്റ് ഫോർട്ട് വരെ പോകുന്ന ഒരു ബസ്സുണ്ട്. ആ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ അതിൽ കയറി ഈ സമരപ്പന്തലിൽ അവിടെ വന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയം മുഴുവനും എനിക്ക് അവിടെ ചിലവഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം എന്ന രീതിയിൽ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യം മാത്രമല്ല, എനിക്ക് അതിൽ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥയിലുള്ള ഒരു ആളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സമരത്തിനോട് ഒരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിൽ ഈവനിങ്സ് വന്ന് അവിടെ ചേരുമായിരുന്നു. അവിടെ വെച്ച് ആണ് ഞാൻ സുധിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അവിടെ ധാരാളം സ്ത്രീകളുണ്ട്. സുധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിയേറ്ററുടെ അത് സ്ത്രീ നാടകവേദിയുടെ ഒരാളെന്ന് പറയുമ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കും. അന്ന് എനിക്ക് ഭയങ്കര ഒരു ആകർഷണം, ഇത് സുധിയോട് സംസാരിക്കണം, സുധി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ആ തിയേറ്ററിനോടുള്ള എങ്ങനെയോ എനിക്ക് വലിയ അടുപ്പം. ശരിക്കും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇത് വരേണ്ടതല്ല. ആക്ച്വലി മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, വായനയൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ ചെറുപ്പകാലത്ത് കലാപ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടുള്ള ആളുമല്ല. പക്ഷെ നാടകം എന്നെ ചെറുതിലെ ആകർഷിച്ചിട്ടുണ്ട്. മനസ്സിലങ്ങനെ എവിടെയോ ഇരിക്കുകയാണ്, അല്ല ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. ഞാൻ റിയലൈസ് ചെയ്തത് എപ്പോഴാണ് ഈ സമരപ്പന്തലിൽ ഈ സ്ത്രീകളുടെ ഈ വിഷയം പറയുമ്പോൾ മുദ്രാവാക്യമൊക്കെ വിളിക്കുമല്ലോ. അപ്പം ആ മുദ്രാവാക്യം വിളിയിൽ ഒരു എനർജി കുറവൊക്കെ ഞാൻ ചിലപ്പോൾ. അപ്പം ചില സ്ത്രീകൾ ഭയങ്കര രസകരമായി മുദ്രാവാക്യം പറയും. ചില സ്ത്രീകൾ ആ മുദ്രാവാക്യം വിളി ഒരു പെർഫോമൻസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചു, തിയേറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി സ്ത്രീകൾക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇടമാണ്. അപ്പം വളരെ വേഗമായിട്ടുള്ള ഒരു ഇഷ്ടം, അത് സുധിയെ ഇൻട്രാക്ഷനിലൂടെ ആ തിയേറ്റർ എങ്ങനെ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും അവരുടെ യഥാർത്ഥ ചിന്തകളെ ശക്തമായി പുറത്തു കൊണ്ടുവരാനും അവരുടെ ഒരു എക്സ്പ്രഷൻ്റെ ഒരു മേഖലയും കൂടി ആണെന്ന് മനസ്സിലാക്കും. മറ്റേത് വളരെ വേഗമായിട്ട് നമുക്ക് ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്കും സുധിക്കും തമ്മിൽ ഒരു കോമൺ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അഭിനേത്രിയുടെ ഭാഗമായി ആണ് സുധി നിൽക്കുന്നത്. ഒരു തിയേറ്റർ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് സുധിയെ ഞാൻ കാണുന്നതും. അന്ന് എഴുത്തൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അപ്പോൾ എഴുതുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് കണ്ടുമുട്ടുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ത്രീ നാടകവേദി രൂപീകരിക്കാമെന്നും മുന്നോട്ട് കൊണ്ടുപോകാമെന്നും തീരുമാനിച്ചത് എപ്പോഴാണ്? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? സ്കൂൾ
സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലത്ത് തന്നെ എന്നെ വളരെ ഹോണ്ട് ചെയ്തിരുന്ന കുറേ പ്രശ്നങ്ങൾ. അവിടെ സ്ത്രീകൾ പഠിക്കാൻ വരുന്ന വളരെ കുറവായിരുന്നു. എൻ്റെ ബാച്ചിൽ 2 കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ തൊട്ട് മുന്നുള്ള ബാച്ചിൽ സ്ത്രീകളില്ല. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. പിന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടികൾ മാത്രമായിട്ടാണ് സ്ത്രീകൾക്ക് അവിടെ നിൽക്കുക. പിന്നെ ചിൽഡ്രൻസ് തിയേറ്റർ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. ഒരു 75 നാടകങ്ങളൊക്കെ പല ബാച്ചുകളിലായിട്ട് അവിടെ പെർഫോം ചെയ്യേണ്ടതുണ്ട് പഠനത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇതിലൊക്കെ പലപ്പോഴും നമ്മൾ തന്നെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടുതൽ അറിയാനുള്ള അവസരങ്ങൾ കുറവാണ്. അത് എനിക്ക് തോന്നുന്നു 80കളിലുണ്ടായ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ എന്നെ സ്വാധീനിച്ചിരുന്നു. ഇവിടെ ഉണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീകളുടെ സ്ട്രീറ്റ് പ്ലേസ്. അപ്പം ഞാനവിടെ പഠനത്തിന് എത്തിയിട്ടില്ല. 80കളുടെ അവസാനത്തിലാണ് ഞാൻ അവിടെ പഠിക്കാൻ എത്തുന്നത്. പക്ഷെ ഈ സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് സ്ത്രീകൾക്ക് ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്. പലപ്പോഴും കഥാപാത്രങ്ങളായിട്ട് മാത്രം ഇത് ഡയറക്ടേഴ്സ് അവരെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നടി മാത്രമാണ്. പക്ഷെ നടിയുടെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ മലയാള നാടകവേദി അത്ര സുഖകരമല്ല ഒരു നടിയുടെ അവസ്ഥ എന്നുള്ളത്. കാരണം എന്നും നടിയുടെ ആലോചനകൾക്ക് ഒരു സ്പേസ് മലയാള നാടകവേദിയിൽ ഉണ്ടായിരുന്നില്ല. സ്ത്രീയുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പോലും അത് മറ്റൊരു തരത്തിലാണ്, വളരെ സഹതാപത്തോടു കൂടിയുള്ള അവതരണങ്ങളായിരുന്നു. അതല്ലാതെ ഒരു സ്ത്രീയുടെ ആലോചനകൾ എന്താണ്, അവരുടെ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആലോചനകളൊക്കെ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഡെസർട്ടേഷൻ ഫെമിനിസ്റ്റ് തിയേറ്റർ ആയിരുന്നു. അതിൽ മെറ്റീരിയൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആ സമയത്ത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഒരു വളരെ കുറച്ചുള്ള മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാടകവേദി നിൽക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീ നാടകവേദിയിൽ ആയിരിക്കണം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്ത്രീ നാടകവേദി എന്നുള്ള അന്നേരം എനിക്ക് ഒരു രൂപം ഉണ്ടായിട്ടില്ല. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം അഭിനേത്രി എന്ന് പറഞ്ഞിട്ടൊരു നാടക സംഘം രൂപീകരിക്കുന്നത്. അഭിനേത്രിയുടെ ആദ്യത്തെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ജി ശങ്കരപിള്ള സാറിന് 2 സോളോ പെർഫോമൻസ്, ഒന്ന് കുന്തിയെ ബേസ് ചെയ്തിട്ട് ഏതോ ചെറുകടിയൊച്ചകളും, പിന്നെ രാധ കർണന്റെ പോറ്റമ്മയും പെറ്റമ്മയുമായ 2 കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സോളോ പെർഫോമൻസുകൾ അല്ലെങ്കിൽ സോളോ പ്ലേസ് അദ്ദേഹം എഴുതി. അത് പെർഫോം ചെയ്യുന്ന ലെവലിലേക്കുമൊക്കെ എത്തുകയുണ്ട്. ഞാനതിലൊരു കഥാപാത്രത്തെ ചെയ്യുകയും ചെയ്തു. ഈ കഥാപാത്രങ്ങളെ ഒരു സ്ത്രീയുടെ വായനയിൽ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ആലോചന. അങ്ങനെ ഈ 2 കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ യുദ്ധാനന്തരം ഈ പോറ്റമ്മയും ഈ വളർത്തമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്നിടത്ത് ആ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, ഒരു രാജ്ഞിയായിട്ടിരിക്കുമ്പോഴും ഒരു സൂതന്റെ ഭാര്യയായിട്ടിരിക്കുമ്പോഴും 2 പേരുടെ അവസ്ഥ ഏകദേശം സമാനതകളുള്ള ആ അവസ്ഥ ഒരുപക്ഷെ എൻ്റെയോ മറ്റു സ്ത്രീകളുടെയോ ഒക്കെ അവസ്ഥയ്ക്ക് തുല്യമാണ്. ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. സംവിധാനം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. ശ്രീലതയും സജിതയും രാധയുടെയും കുന്തിയുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പക്ഷെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന നാടകമാണ്. കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായത് ആക്ടിങ്ങിലാണ്. അവിടെ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ടെക്നിക്കൽ വശങ്ങളും ഈ എക്സ്ട്രാ ടൈം ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ, എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ലൈറ്റിംഗ് എങ്ങനെയാണ്, കോസ്റ്റ്യൂം എങ്ങനെയാണ്, മേക്കപ്പ് എങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ആക്ടിങ്ങിൻ്റെ ഇടയ്ക്കും അത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. എന്നെ പല സമയത്തും എന്നെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സെറ്റ് വർക്കിനും കൂടും എല്ലാം കൂടി തന്നെ അതിൽ നിന്ന് എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഡിസൈൻ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ സംവിധാന ഒരു ശ്രമം എന്നുള്ളത് ചിറകടിയൊച്ചയാണ്. ആ ചിറകടിയൊച്ചയ്ക്ക് ശേഷം പക്ഷേ ആ അഭിനേത്രി എന്ന ഗ്രൂപ്പ് 1-2 വർക്ക്ഷോപ്പുകൾക്ക് ശേഷം പിന്നെ തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ഇതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഞാൻ CDTൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സമര പന്തലുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നിരാഹാര സത്യാഗ്രഹത്തിൽ ഞാൻ മാലയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് എന്നെ രാജരാജേശ്വരി കാണുന്നത്. അവിടെ നിന്നുള്ള ഞങ്ങളുടെ ഡിസ്കഷൻസ് സമരത്തിന് ശേഷവും ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് രാജരാജേശ്വരി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കാണാനിടയായി. അപ്പോൾ അത് കുട്ടികളുടെ കഥയാണ് ആ എഴുത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. പക്ഷെ അതിനകത്ത് ഇവിടെ ഇതുവരെ എഴുതപ്പെട്ട കുട്ടികളുടെ കഥ പോലെ ആയിരുന്നില്ല. അതിന് വേറെ കുട്ടികളുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ആ കഥ. അപ്പോൾ ഇത് ഞാനവിടെ ചിൽഡ്രൻസ് തിയേറ്ററും ഒക്കെ എനിക്ക് പരിചയമായതുകൊണ്ട് എനിക്കിവിടെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു സ്ത്രീയുടെ എഴുത്തിനെ ഞാൻ ഇത് ഇത്രയധികം ആഴത്തിൽ ഇതിനെ പഠിക്കുകയും എഴുതുകയും ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എഴുത്തിനുള്ള സാധ്യതകൾ രാജരാജേശ്വരിയിലുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് ഞങ്ങൾ ദൂരദർശനിൽ പോകുകയും അവരവരെ സീരിയലൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അതൊരു ഫിലിമാക്കാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻസിൻ്റെ ഒരു സൊസൈറ്റി ആ സമയത്ത് രൂപീകരിക്കുന്ന അവരത് സിനിമയാക്കി.
അങ്ങനെ കൂടാരം എന്നുള്ള സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം ചെയ്യുന്നത്. നാടകമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചില വർക്ക്ഷോപ്പുകൾ കാര്യവട്ടം ക്യാമ്പസിൽ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് സിനിമയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അരങ്ങാണ് അല്ലെങ്കിൽ തിയേറ്ററാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സിനിമയുടെ പ്രവർത്തനത്തോടുകൂടി ഞങ്ങൾ രണ്ടാളും അത് വെച്ചു മടക്കി. പിന്നീട് സിനിമ ചെയ്യാനുള്ള ഓഫർ വന്നെങ്കിലും ഞങ്ങൾ രണ്ടാളും നമുക്ക് തിയേറ്റർ മതി, ആ ഒരു സ്പേസിലേക്ക് ഞങ്ങൾ രണ്ടാളും വരാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെ? കേരളത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ ഗ്രൂപ്പ് നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സിനിമയിൽ തുടർന്ന് നിൽക്കാത്തത്, അല്ലെങ്കിൽ അതിലൊരു ആകർഷണം നമുക്ക് കുറഞ്ഞത് എന്ന് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, തിയേറ്റർ എന്ന ഒരു ആർട്ട് ഫോം ഇല്ലെങ്കിൽ മീഡിയം, അത് ഒരു പക്ഷേ എനിക്ക് സ്വീകാര്യമായി അല്ലെങ്കിൽ അതിൽ ഇടപെടണം എന്ന് എനിക്ക് തോന്നിയത് തന്നെ സ്ത്രീകളുടെ ഒരു എക്സ്പ്രഷൻ ഉള്ള ഒരു സ്പേസ്, എക്സ്പ്രഷൻ മാത്രമല്ല, അവർക്കൊരു തരം എംപവർമെൻറ്റ് സാധ്യമാക്കുന്ന ഒരു ഇടമാണ് അരങ്ങ് എന്ന് എൻ്റെ ഉള്ളിലെ ഒരു ബോധ്യമാണ്. പിന്നീട് അത് ശരിയായി. പക്ഷെ അന്ന് തുടക്കത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും മനസ്സ് അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു സിനിമ സ്പേസ് നമ്മൾ എന്ന ആർട്ടിസ്റ്റിന് ഒരു വ്യക്തിയെ വളർത്തുമായിരിക്കും. ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ശ്രുതിക്ക് സിനിമാ സംവിധായിക എന്ന് പേരെടുക്കാമായിരിക്കും. പക്ഷേ ഒരു സ്ത്രീയുടെ കൂട്ടായ്മ ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇടം എന്ന രീതിയിൽ നമുക്കൊന്ന് സൃഷ്ടിക്കാനോ കുറേ ഒരു സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു സ്പേസ് എന്തായാലും സിനിമ നൽകില്ല എന്നുള്ളതും കൂടി അതൊരു വിഷയമാണ്. കാരണം അത് കലാരൂപമാണെങ്കിൽ ഹൈലി ടെക്നോളജി ഒരുപാട് എൻ്റെ സഹായത്തോടു കൂടി രൂപപ്പെടുന്ന ഒരു കലാരൂപമാണ്. എന്നാൽ നാടകം എന്ന് പറയുന്നത് വളരെ ലൈവായിട്ട് നടക്കുന്നു എന്നും നമ്മൾ എപ്പോഴും പറയുന്നു എങ്കിലും അതിന് അപ്പുറം ഒരു കൂട്ടായ്മയുടെ ഒരു സഹകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലെ ഒരു നാടകം ഉണ്ടാകുള്ളൂ. ഇതിൽ ഗിവ് ആൻഡ് ടേക്ക് ഒരുപാട് വേണം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്യാരക്ടറിനെ നമ്മളിങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതൊക്കെ ഇപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള രീതി അരങ്ങ് എന്നെ ഇങ്ങോട്ടും സ്വാധീനിക്കും. ഞാൻ എഴുതുന്നത് അങ്ങോട്ട് ആക്ടേഴ്സ് ഏറ്റെടുക്കുമ്പോഴാണ് അതിന് ജീവൻ വരുന്നത്. വെറും കടലാസിലുള്ള വാക്കുകൾ ജീവൻ നൽകുന്നത് അത് കഥാപാത്രമായി വരുന്ന നടീനടന്മാർ അരങ്ങിൽ നിന്ന് ഉച്ചരിക്കുമ്പോഴാണ് അതിൽ കൊടുക്കുന്ന ഭാവം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് ഒരുപാട് മടങ്ങ് നമുക്ക് ഒരു ഊർജം നൽകുന്ന, പിന്നെ നമ്മൾ വിചാരിക്കുന്നതിലെ തലത്തിനേക്കാൾ അത് ചിലപ്പോൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു സംവിധായിക ഒരു രംഗം ഞാൻ എഴുതി വെച്ചത് ദൃശ്യവൽക്കരിക്കുമ്പോൾ വരുന്ന ഒരു അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ധ്വനിപാഠം, സബ് ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. എഴുതുമ്പോൾ നമ്മൾ സബ് ടെക്സ്റ്റ് എഴുതാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ എഴുതുന്നത്, ഒരു എഴുത്തല്ലേ. അപ്പോൾ അത് വേറൊരാൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാഴ്ച വേറൊരു തരത്തിലാവും. അതാ പറയുന്നത്. അപ്പോൾ അരങ്ങ് ഇങ്ങോട്ട് നമ്മളെ ഒരുപാട് സ്വാധീനിക്കുകയും ഊർജം നൽകുകയും മറ്റു തരത്തിൽ ചിന്തയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അത്തരമൊരു പ്രോസസ്സൊന്നും ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് വല്ലാതെ എന്നെ ആകർഷിച്ച ഒരു കാര്യം കൊണ്ടും കൂടി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നാടകം എന്നുള്ള സൃഷ്ടിക്കപ്പുറം നമ്മൾ ശില്പശാലകൾ, ഈ ശില്പശാലകൾ തിയേറ്ററിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലായ ഒരു ഫോർമേഷൻ ടൈം എന്നെ സംബന്ധിച്ചോളം. ശ്രുതിക്ക് പരിചയമുള്ളതാണ് ഈ മേഖല, തിയേറ്റർ. ഞാനൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു വിഷയം പഠിപ്പിക്കുന്ന ആളെന്നുള്ള രീതിയിൽ തിയേറ്റർ സങ്കേതങ്ങൾ എത്രമാത്രം പ്രയോജനകരമാണെന്നും ശക്തമാണെന്നും അതിൽ ഒരാൾ റിലീസ് ചെയ്യുന്നതാണ്. ഒരു വർക്ക്ഷോപ്പിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് റിലീസ് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോ അല്ലെങ്കിൽ അധികം മെയിൻ സ്ട്രീമിൽ നിന്ന് അധികം ഇടപെടാത്ത ആരാണെങ്കിലും അതൊരു വലിയൊരു സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്ന ആ സ്പേസ് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ ശില്പശാലകൾ അതുപോലെ പ്രധാനമാണെന്ന് അത് ഒരു തിരിച്ചറിവ് തുടക്കകാലത്തു നിന്നാണ് ഉണ്ടായി വരുന്നത് എനിക്ക്. അപ്പോൾ അന്ന് ഇതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? സമൂഹത്തിൽ എങ്ങനെയായിരുന്നു പ്രതികരണം നിങ്ങളിങ്ങനെ ഒരു നാടകവേദിയുമായി മുന്നോട്ട് വന്നപ്പോൾ? ആ സമയത്ത് സ്ത്രീകളുടെ നാടകങ്ങളെക്കുറിച്ചും സ്ത്രീപക്ഷ നാടകങ്ങളുടെ രചനകളും ഒക്കെ കേരളത്തിൽ സജീവമായിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. മാഡം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് എനിക്ക് നാടകം. അങ്ങനെ ഒരു ആയുധമായി നാടകത്തെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ സമൂഹം അതിനെ അംഗീകരിച്ച് സമൂഹത്തിന് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചോദിക്കാം, ക്ഷേമപ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആരാണ്? ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ആരാണ്? എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീ, അത് സ്ത്രീകളുടെ കൂട്ടം എന്താണ്?
അവരുടെ ആലോചനകൾ എന്താണ്, മനുഷ്യരുടെ ജീവിത സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് ആരെങ്കിലും പ്രതിഫലിപ്പിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും സ്ത്രീ അവിടെ ആബ്സെന്റ് ആണ്. സ്ത്രീ ഉണ്ടായിരുന്നില്ല. സ്ത്രീ നടിയായിട്ട് അവർ പറയുന്ന കഥാപാത്രത്തെ ചെയ്തു പോകുന്നു, അവരുടെ രചനകൾ ഉണ്ടാവുന്നില്ല. പക്ഷെ അവരെങ്ങനെയാണ് അരങ്ങിനെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ അരങ്ങ് എൻ്റെ കൂടെ സ്പേസ് ആണ് എന്നുള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അരങ്ങിലേക്ക് വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമായിരുന്നു. ആ സമയത്ത് സമൂഹത്തിൽ നിന്ന് ഒരു ആക്സെപ്റ്റൻസ് ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ലെന്ന് മാത്രമല്ല, എതിർപ്പും നല്ലോണം ഉണ്ടായി. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ, നാടകമെന്നും പറഞ്ഞ് ഇങ്ങനെ നിന്ന് ജീവിതം കളയേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്നും അത്ര ഒരു അനുകൂലമായ അന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹവും കുടുംബവും മറ്റുള്ള എല്ലാം കൂടെ വരും എന്നുള്ളത് എൻ്റെ ജീവിതം എനിക്ക് കാട്ടിത്തന്നതാണ്. കാരണം നമ്മൾ പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ്. അതെല്ലാവരും അങ്ങനെയാണ്, അവരുടെ ലക്ഷ്യത്തിലേക്കാണ്. പക്ഷേ കുറച്ചൊരു വ്യത്യസ്തമായ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്ര എളുപ്പമല്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നേരെ ഉണ്ടാവും. പക്ഷേ ഇതിന് നമ്മൾ മറുപടി പറയുകയോ നമ്മൾ അതിനോട് നോക്കി നിൽക്കുകയോ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പക്ഷേ മുന്നോട്ട് വരുന്നതിനെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. നമ്മളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ അനുകൂലമായ സാഹചര്യത്തിലൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ എനിക്കതിനെ ഒരു സഹതാപ അർഹമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനും താല്പര്യമില്ല. കാരണം എൻ്റെ തീരുമാനമാണ്, ഞാനാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ വരുന്ന തടസ്സങ്ങൾ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ തടസ്സങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ തളർന്നു പോകാം, എല്ലാവർക്കും ഇത് സാധ്യമാകണമെന്നില്ല. തളർന്നു പോകാം, പിന്തിരിയാം. ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ്. സാമ്പത്തികമായി ഒരുപാട് ക്രൈസിസ് ഉണ്ടായി. പെട്ടെന്നുള്ള സമൂഹത്തിലെ ഒരു അംഗീകാരമൊന്നും നമുക്ക് കിട്ടിയ സമയങ്ങളുമല്ല. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയ ഏക സ്ത്രീയാണ്. ഇതുവരെയും മറ്റൊരാൾ അതിനെ മറികടന്നിട്ടില്ല. കേരള സംഗീത നാടക അക്കാദമിയുടെ. പക്ഷേ സ്ത്രീകളോട് മത്സരിച്ചിട്ട് അല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഞാൻ എൻ്റെ കോഴ്സ് പഠിച്ചു കഴിയുമ്പം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ എന്നോടൊപ്പം പഠിക്കുന്നവർ ഈ കേരളത്തിലെ ഒരു 50 തിയേറ്റർ ഗ്രൂപ്പിലെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നു. അവർക്ക് ടെക്നോളജി വശമാകുന്നു, അവർക്ക് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷേ എനിക്ക് മറ്റുള്ള നാടകവേദിയിലൊന്നും പോവുക സാധ്യമല്ല. അത്ര അനുകൂലമായ ഒരു സാഹചര്യവും കേരളത്തിലില്ല. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ ഇതിന് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ ഞാൻ അറിയേണ്ട ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങളും നമ്മുടെ സമയം മുഴുവൻ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. നാടകവേദി എന്ന് പറയുമ്പോൾ ഒരു ട്രൂപ്പാണ്, ഒരു ഗ്രൂപ്പാണ്. ഇപ്പം രചയിതാവും സംവിധായകയും ഉണ്ടെങ്കിലും സ്ത്രീ നാടകവേദിയിൽ മറ്റുള്ള ടെക്നോളജിക്കൽ ഇത്, ബാക്കിലുള്ള ക്രൂ സപ്പോർട്ട്, അതൊക്കെ സ്ത്രീകൾ അങ്ങനെ കിട്ടിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം? ഇതിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, ഞാൻ വരുമ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിടവും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും ഞാനൊരു കുറച്ച് നാളത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ് മാത്രമായിട്ട് നിൽക്കേണ്ടി വരും. ആക്ട്രസിനെ അവർക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് വന്ന അനുഭവം അടുത്ത തലമുറയ്ക്കോ എന്നോടൊപ്പം വരുന്നവർക്കോ ഉണ്ടാവരുത് എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും രാജേശ്വരിയും ആദ്യം ആലോചിച്ചത് ഒരു സ്പേസ് ഉണ്ടാകുക, അത് യഥാർത്ഥത്തിലുള്ള ഒരു തിയേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ശ്രമം മുഴുവൻ അതായിരുന്നു. കേരളത്തിലുള്ള മറ്റേത് തിയേറ്റർ ഗ്രൂപ്പിനെ പോലെ വളരെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാം, താമസിക്കാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഹോസ്റ്റലുകളിൽ 6 മണിക്ക് ശേഷം അന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ രാത്രിയിലാണ് ഞാൻ നാടകത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത്. എങ്ങനെയാണ് ഞാൻ നാടകം പഠിക്കുന്നത്, അല്ലെങ്കിൽ നാടകം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത്തരം പ്രതിസന്ധി, ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റലുകളിൽ ഇപ്പം ഈ വർക്ക് ചെയ്യുന്നവർക്ക് കയറാനുള്ള ഒരു സമയത്തിൻ്റെ ദൈർഘ്യം നീട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുകൂടി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സമരം, അടുത്ത ഒരു ഇടത്ത് നമ്മൾ ഒരു ഇടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന സ്ട്രഗിൾ, ഇത് രണ്ടും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഒരു സ്ത്രീ നാടകവേദി എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ക്രൂ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ടിലൊക്കെ സ്ത്രീകൾ വരേണ്ടതുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ വിഭാവന ചെയ്യുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിയോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ തുടക്കം മുതൽ ഒരു സമ്പൂർണമായ ഒരു സ്ത്രീ നാടകവേദി എന്നുള്ള ഒരു സങ്കല്പത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഉദാഹരണത്തിന് സെറ്റ് ചെയ്യുവാനോ തിയേറ്ററിൽ ലൈറ്റിംഗ് ചെയ്യുവാനോ സ്ത്രീകൾ രംഗത്ത് പോലുമില്ല. അങ്ങനെ ഒരു തൊഴിൽ സാധ്യതയോ ഒന്നുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർ തന്നെ കുറവായിരുന്നു ഈ രംഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഈ ശില്പശാലകൾ. അപ്പോൾ അതിൽ ടെക്നിക്കൽ തിയേറ്റർ, ലൈറ്റിങ്, സെറ്റ് മേക്കിംഗ്,
കോസ്റ്റ്യൂം മേക്കിംഗ്, ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ്, 15 ദിവസത്തെ വർക്ക്ഷോപ്പ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണ്, അഭിനയ രംഗത്ത് തന്നെ സ്ത്രീകൾക്ക് തുടർച്ചയായി ഒരു രംഗത്ത് നിൽക്കാൻ സാധ്യമല്ലാതെ വരുന്നുണ്ട്. നാടകവേദിയിൽ നടികൾ പോലും ഒരു ലോങ് ടൈം ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വിവാഹത്തോടെ അവർ ഒരു ഇടത്ത് നിന്ന് വേറൊരു ഇടത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു സംഘത്തിൽ വർക്ക് ചെയ്യുന്നവരെ പിന്നീട് ദൂരെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരേണ്ടി വരുന്നു. അവർക്ക് മക്കളുണ്ടാവുന്നു. അപ്പോൾ ആ മക്കൾ വളരുന്നത് വരെ അവർ ഈ രംഗത്ത് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഗ്യാപ്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ടെക്നിക്കൽ സൈഡിൽ ഇത്രയും അവസരം കുറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ അത് പഠിച്ചിട്ട് നിൽക്കുക? ഈ രംഗത്ത് സ്ത്രീകൾ കുറഞ്ഞു പോകുന്നു. അതിൻ്റെ പ്രായോഗിക വശം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഇപ്പോൾ സംഗീതം ചെയ്യാൻ കുറേ അധികം പേര് ഇപ്പോൾ ഈ രംഗത്തുണ്ട്. പ്രൊഫഷണലായിട്ട് തന്നെ ലൈറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട്, നമുക്ക് ഒരു ചിൽഡ്രൻസ് തിയേറ്ററുണ്ട്. അപ്പോൾ അതിലെ പെൺകുട്ടികൾക്ക്, കൗമാരപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വേറൊരു വിഭാഗം, ഒരു ഭാവ എന്നുള്ള ഒരു ടീമായിട്ട് നമ്മൾ നിർത്തി. ഇതിലുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ ഇതുമായിട്ട് പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന് കർട്ടൻ കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ് ശരിക്കും. ഇതാണ് ഈ തിയേറ്ററിലെ പുരുഷ കേന്ദ്രീകൃതമാക്കുന്ന ഒരു പല ഘടകങ്ങളിലൊന്ന്. കാരണം കർട്ടൻ കെട്ടണമെങ്കിൽ നമ്മൾ വലിഞ്ഞു മുകളിൽ കയറണം, അത് വലിച്ചു കിടണം. ലൈറ്റ് കെട്ടണമെങ്കിൽ മുകളിൽ കയറണം. ശരി, ഇപ്പോഴാണെങ്കിൽ ലൈറ്റിങ്, ഇപ്പോൾ ടെക്നീഷ്യൻസ് വന്ന് ലൈറ്റൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് തരുമായിരിക്കും. പക്ഷെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നിരന്തരം പരിചയം വേണമല്ലോ. അതിനുള്ള സന്ദർഭങ്ങൾ കിട്ടണ്ടേ സ്ത്രീകൾക്ക്? അപ്പോൾ ഇവിടെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അത് ചെയ്യാൻ തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി നിരീക്ഷ. ഇത്രയും കാലം ഈ രംഗത്ത് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നടിമാരുണ്ടായി എന്നല്ല, ഇത് ചെയ്യാൻ പറ്റുന്ന, ആ രംഗത്ത് തുടരുന്നോ ഇല്ലയോ എന്നല്ല, ഇത് ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾ അവരിൽ ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒത്തിരി സ്ത്രീകളും മുകളിലൊക്കെ കയറി അത് കെട്ടുകയും, പിന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ലൈറ്റിങ്ങും തോരണമൊക്കെ കിട്ടുന്ന സ്ത്രീകൾ മതിൽ കയറിയൊക്കെ അവരങ്ങനെ നിസ്സാരമായിട്ട് ഇപ്പോൾ ചെയ്യും. ആ ഒരു സ്പേസാണത്. വേറൊരിടത്ത് പോയാൽ അവർക്ക് ഇത് ചെയ്യേണ്ട, വേറെ പുരുഷന്മാർ വന്ന് അതൊക്കെ ചെയ്തോളും. അപ്പോൾ അവർക്ക് വെറുതെ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി. ആ വിഷ്വലാണ് എല്ലാവർക്കും പരിചയം. പക്ഷേ നിരീക്ഷയുടെ സ്പേസിൽ വരുമ്പോഴാണ് സ്ത്രീകളെല്ലാം ചെയ്യും. പാചകം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, തോരണം കെട്ടാൻ മതിൽ കയറുന്ന സ്ത്രീകളുണ്ട്, ലൈറ്റിംഗ് ചെയ്യാനുള്ള പെൺകുട്ടികളുണ്ട്, കർട്ടൻ കെട്ടാൻ അവർ ഇതിൽ കയറി സ്റ്റെപ്പ് ലാഡറിലൊക്കെ കയറി കെട്ടുവെച്ച്. അപ്പം ഇങ്ങനത്തെ പല രീതിയിലുള്ള മേഖലയിലും സജീവമായി നിൽക്കുന്ന, അതെങ്ങനെയാണ് വലിയ ഇതുള്ള ആളുകളൊന്നുമല്ല, എന്താ പറയുക, ഒരു സിറ്റിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ഗ്രാമീണരായ സ്ത്രീകളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അതൊരു ഗ്രാമപ്രദേശമാണ് നമ്മൾ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടുത്തെ സ്ത്രീകളുടെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ, ഈ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ, അല്ലാതെ തന്നെ കുറേയധികം സ്ത്രീകളോ നാടകം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ത്രീകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊന്നും നമുക്ക് ഒറ്റയടിക്ക് ഈ സമൂഹത്തെ ആകെ ഒന്നും മാറ്റി മറിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ഒരു ഊർജമാണ് അവിടെ വരുന്നത്. അപ്പം നമ്മളുടെ നാടകം കാണാനും. മറ്റൊന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി തിയേറ്റർ, കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ രൂപീകരിച്ചു. ഇപ്പോൾ അത് 14 ജില്ലകളിലും ഉണ്ട് സ്ത്രീകളുടെ സംഘങ്ങൾ. അവരെല്ലാ കാര്യങ്ങളും അവർ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ പല സമയങ്ങളിൽ അതിന് ട്രെയിനിങ് തന്നെ കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പം കേരളത്തിൽ ധാരാളം ഉണ്ട്. പക്ഷെ അവർ തൊഴിലിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ നാടക സംഘത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനി പക്ഷെ കേരളത്തിൽ അതൊരു തൊഴിലിടമായിട്ട് വികസിച്ച് വന്നിട്ടില്ല. ആദ്യത്തെ നാടകം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ ഒരു ചെറിയ മുറിയിലാണ് അരങ്ങ് ഒരുക്കിയത്. പിന്നീട് ഇപ്പോൾ ശരിക്കും ദേശീയ നാടകോത്സവം വരെ നടത്തിയ ഒരു ലെവലിലേക്ക് ഈ 25 വർഷം കൊണ്ട് നിങ്ങൾ എത്തി. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ആ സമയത്ത് ഞങ്ങൾക്കൊരു സ്കൂട്ടറുണ്ട്. 2 പേര് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. സ്കൂട്ടർ ഓടിക്കാൻ ഞാനും വേണം. താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നല്ല ദൂരത്തിൽ പോകണം ഈ ഫ്രണ്ടിന്റെ. അപ്പോൾ അവിടെ പോയി റിഹേഴ്സൽ എടുക്കണമെങ്കിൽ 2 പേരെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു റൂമിനുള്ളിൽ 2 പേർക്കേ പറ്റുള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഈ സ്കൂട്ടറിൽ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നു.
3 പേരും കൂടെ ഒന്നിച്ചുള്ള യാത്രയിൽ പോലീസ് ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തി. അന്ന് പോലീസ് ചോദിച്ചതാണ്, ഒരു പുരുഷൻ പോലും കാണിക്കാത്ത ധൈര്യം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി? ഈ സ്ത്രീകളുടെയൊക്കെ ജീവന് നിങ്ങൾ ഉത്തരവാദിത്വം പറയുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നാടകം ചെയ്യണം, ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾക്ക് നാടകം ചെയ്യണമെന്ന് 3 പേർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളോടല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പോയാലും നമുക്ക് നാടകം ചെയ്യണം, പക്ഷേ അത് നിയമപരമായിട്ട് തെറ്റാണല്ലോ. അപ്പോൾ ഈ കുട്ടികളെ 2 പേരെ അവിടെ ഇറക്കി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു 500 രൂപ പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ കേസാക്കും. അപ്പോൾ പിഴ അടയ്ക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. അപ്പോൾ രാജേശ്വരി അന്ന് ഒരു പ്രൈവറ്റ് കോളേജിൽ വളരെ ചെറിയ തുകയ്ക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പൈസയായിട്ടാണ് നമ്മുടെ തിയേറ്റർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞങ്ങൾ 4 പേരുണ്ട് വേറെ. അപ്പോൾ ഈ 500 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് പോകാനും എനിക്ക് പറ്റില്ല. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ നിന്നോളാം. ഞാൻ തിരിച്ച് നമ്മുടെ താമസിക്കുന്ന റൂമിൽ ഞാൻ ആരോടാണ് പൈസ ചെയ്തും ഈ 500 രൂപ മേടിക്കുക? അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ഇങ്ങനെ റൂഫിലോട്ട് നോക്കി കുറേ സമയം ഇരിക്കും. പിന്നെ ഞാൻ ഇവിടുത്തെ ഹൗസ് ഓണറോട് ചോദിക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്കൊരു 500 രൂപ അത്യാവശ്യമായിട്ട് വേണം. 500 രൂപ തന്ന് തിരിച്ചവിടെ ചെല്ലുമ്പോൾ ഇത്രയും നേരം പോലീസുകാർ അവിടെ നോക്കി നിന്നിട്ട് അവരെ ജീപ്പിൽ കയറാൻ തുടങ്ങി. ഇവരെ അവിടെ നിർത്തിയിട്ട് കയറാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് ഞാൻ എന്നെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അതാ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ആശ്വാസത്തിൽ അവർ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ അവിടെ ജീപ്പ് നിർത്തിയിട്ട് വീണ്ടും ഈ 500 രൂപ മേടിച്ചിട്ട് പോയി. അങ്ങനെ ആണ് ആദ്യകാലത്ത് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പോയത്. അപ്പോൾ പറയാൻ എത്ര തീരുമില്ല പറയുന്നത്, പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞാൽ. പിന്നെ വീടിനുള്ളിൽ അവിടെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മളെ അനുവദിക്കില്ല റിഹേഴ്സൽ ചെയ്യാൻ. അപ്പം അങ്ങനെ അത് രൂപപ്പെടുത്തിയെടുത്ത് പിന്നീട് പതുക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തിയേറ്റർ ചെയ്യുകയാണ്, അതിലേക്കാണ് മുഴുവൻ ശ്രദ്ധയെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാൻറ്റുകളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ തുടങ്ങി, ചെറിയ സഹായങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും കുറച്ച് സ്വത്ത് ഞങ്ങൾക്ക് കിട്ടി വീട്ടിൽ നിന്ന്. രാജേശ്വരിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസയെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വാങ്ങുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ടാണ് പോക്ക്, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഞങ്ങളങ്ങനെ ചെറിയ തോതിൽ അവിടെ കാര്യങ്ങളൊന്നും വെച്ചത്. പിന്നീട് ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയ ഗ്രാൻറ്റുകളൊക്കെ കിട്ടാൻ തുടങ്ങി. 1 വർഷം കിട്ടി, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചെറിയൊരു തുക എന്തെങ്കിലും കിട്ടുന്നത്. പക്ഷേ നമ്മൾ നിരന്തരം പുറത്ത് വർക്ക് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ നിരീക്ഷയിലെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പട്രി ഗ്രാൻഡ് ഉണ്ട് കുറച്ച് ആളുകൾക്ക്. പിന്നെ കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഗ്രാൻഡ് തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിരന്തരമായ നാടക പ്രവർത്തനത്തിന് തികയില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ പുറത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന പൈസയാണ് അതിലേക്ക് മുടക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ കൊറോണ കാലത്ത് ഞങ്ങൾ ഓൺലൈൻ ഫെസ്റ്റിവൽ നടത്തി. അപ്പം ഞങ്ങൾക്ക് നിരീക്ഷയുടെ നാടകങ്ങളെക്കുറിച്ചും നിരീക്ഷയെപ്പറ്റിയും സ്ത്രീകളെപ്പറ്റി മാത്രമേ ചിന്തിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ആദിവാസികളുടെ ഇടയിൽ, കോസ്റ്റൽ ഏരിയയിൽ, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ട് സ്ത്രീകളെയൊക്കെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു. ഇങ്ങനെ കണ്ടുമുട്ടുന്ന ആളുകളെ വീണ്ടും ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ഇത് അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ കാണുന്നു, അവിടെ നമ്മുടെ ബന്ധം തീരുന്നില്ല. ഇതിന് ഈ തിയേറ്റർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു പിരിയാനുള്ളതാണ്. പക്ഷേ തിയേറ്റർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അത് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവിയും കൂടെയാണ് മുന്നിലുള്ളത്. നാടകവും സ്ത്രീകളും നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സുധി ദേവയാനിയും രാജരാജേശ്വരിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കേൾക്കാം. കൂട്ടുകാരി.